പക്ഷെ അശോകേട്ട ഇപ്പത്തെ നമ്മുടെ ഒരു ഹൗസ്ഫുൾ ആവുന്നതും ഒരു 90s 80s ഒരു ഹൗസ്ഫുൾ ആവുന്നതിനും തമ്മിൽ ഒരു വ്യത്യാസമില്ലേ? ഏത് ട്രെൻഡായിരുന്നു ഏറ്റവും ബെസ്റ്റ്? ആ സമയത്ത് ഒരു ഇടിച്ചു കുത്തിയിട്ടൊക്കെ ടിക്കറ്റ് മേടിക്കുന്നതാണോ, ഇപ്പം ബുക്ക് ചെയ്തിട്ട് പോകുന്നതിനാണോ ഒരു ട്രെൻഡ്? വെരി ഈസി. നമുക്ക് വീട്ടിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം, നമുക്ക് എപ്പോഴെങ്കിലും പോയി കയറിയാൽ. ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? ഇടിച്ചിട്ട് പോയി. അത് പണ്ട് ഞാൻ ഈ എന്താണ് അവളുടെ രാവുകൾ നമ്മുടെ സിനിമ ഭയങ്കര തിരക്കായിരുന്നു ഇറങ്ങുമ്പോൾ തുടങ്ങി. കാരണം അവളുടെ പേര് തന്നെ ഭയങ്കര ആകാംക്ഷയുള്ള പേരാണല്ലോ. ക്യൂലിങ്ങനെ നിന്നിട്ട് ആ ക്യൂല് നിൽക്കുന്ന ആൾക്കാരെ മോളിൽ കൂടി കയറിപ്പോവും. കറക്റ്റ്. എന്നിട്ട് അതിനിടി ഉണ്ടാവും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനിടി അതിന്റെ ഒരു തിയേറ്ററിൽ ആള് വരും നമ്മൾ അറിയുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുമ്പോഴേ മഞ്ഞ കത്തുന്നൊക്കെ. മറ്റേത് അങ്ങനല്ല. തിയേറ്ററിൽ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ കിങ്, ഏകലവ്യൻ, കമ്മീഷണർ ഇതൊക്കെ ഞാൻ തിയേറ്ററിൽ ഇപ്പൊ ഇടിച്ചു കണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് എനിക്ക് മാറാൻ പറ്റിയില്ലേ. അതൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ നമുക്ക്. അശോകേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഓട്ടംതുള്ളൽ? ഞാൻ ഈ ഒരു വീട്ടിലെ മരുമോനാണ്. എന്റെ പേര് ബാബു എന്നാണ്, അല്ലേ? ബാബുളിയൻ. ബാബുളിയൻ ഫുൾ ടൈം വെള്ളോളം. ആ ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലാതെ അത് ആരെന്ത് പറഞ്ഞാലും ശരിയാണ്. ആള് വെള്ളമൊരിക്കും എപ്പോഴും. എവിടെ വെള്ളം കിട്ടിയാലും അങ്ങോട്ട് പോയ ചായും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ശരിക്കും പെർഫോമൻസ് ഉള്ള ക്യാരക്ടർ. പെർഫോം ചെയ്യാനുണ്ട്. ആക്ച്വലി അശോകേട്ടന്റെ എന്താ പറയാ, അശോകേട്ടൻ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഇടയിൽ ഏറ്റവും കൂടുതൽ കൊമേഡിയൻ ആണ്. പക്ഷെ ഈയിടെ കുറച്ച് നാളായിട്ട് അശോകേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു ചേഞ്ച് അശോകേട്ടൻ ഈ കോമഡി ചെയ്യുമ്പോഴും ആ സമയത്തും ഒരു ഡയലോഗെങ്കിലും സീരിയസ് ഡയലോഗ് കിട്ടിയിരുന്നെങ്കിൽ കൊതിച്ച ആളാണ് ഞാൻ. ആ കാലഘട്ടം അല്ല, കളിയായിട്ട് പറഞ്ഞല്ല, അങ്ങനെ അത്രയും കൊതിയായിരുന്നു. എനിക്കൊന്നും ഒരു സെന്റിമെന്റ്സ് ചെയ്യണം, ഒരു ഡയലോഗെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊതിച്ച ആളാണ്. അപ്പൊ ആ കൊതി ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ട്. അന്ന് കൊതിച്ചതിന്റെ ഇപ്പൊ എനിക്ക് കുറെ സീരിയസ് വേഷങ്ങൾ കിട്ടുന്നത്. ഇപ്പൊ ചെയ്യാൻ പോകുന്ന 3-4 പടങ്ങൾ സീരിയസ് വേഷങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് കോമഡിയും കൂടി ഉൾപ്പെട്ടിട്ടുള്ളൊരു ക്യാരക്ടറാണ് പലതും. പക്ഷെ ഇതിൻ്റെ അകത്ത് എനിക്ക് അങ്ങനെയല്ല. ഇതിൽ എന്നോട് ആദ്യം കഥ പറഞ്ഞപ്പോൾ മാർത്താണ്ഡൻ പറഞ്ഞത്, ചേട്ടാ ഇതെനിക്ക് പഴയ അശോകനെ വേണം എന്ന് പറഞ്ഞു. എങ്ങനെ പഴയ അശോകനെ വേണമെന്ന് പണ്ട് ദിലീപിന്റെ ഒക്കെ കൂടെ ചെയ്തേക്കണം ആ മീറ്ററിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇപ്പോഴത്തെ സ്റ്റൈൽ അതല്ല മാർത്താണ്ട, ഇപ്പൊ കുറച്ച് നമ്മള് വേറെ സ്റ്റൈലല്ല, അങ്ങനെ പിടിച്ചുകൂടിയ ഇല്ല. എനിക്ക് ആ സ്റ്റൈലും മതി. പണ്ട് ചെയ്തേക്കണം ആ സ്പീഡും ആ മീറ്ററുമാണ് വേണ്ടത്. ഞാൻ ഓപ്പോസിറ്റ് നിൽക്കണ ആൾ ആ മീറ്റർ ആയിരിക്കണം. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ചേട്ടൻ അത് ചെയ്തു, ചേട്ടൻ അത് ചെയ്തു വരാൻ നേരത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആ മീറ്ററിൽ വരികയും ചെയ്യും, പഴയ മീറ്റർ പോവുകയില്ലെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇപ്പോഴും 24-ാം തീയതി പിന്നെ 3-4 ദിവസം അല്ലല്ലോ, കുറച്ച് ദിവസം ഉള്ളല്ലോ എന്നുള്ള പേടി ഉണ്ടായിരുന്നുള്ളൂ. ഇനി 7-ാം തീയതിയൊക്കെ പറയേണ്ട. അതുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ജോഷി സാറായിട്ട് സംസാരിച്ചു. അപ്പം കഴിഞ്ഞപ്പോൾ കോമഡിയാണ് സാറെ ചെയ്തേക്കണേന്ന് പറഞ്ഞു. എടാ പഴയ മീറ്ററിൽ തന്നെയാണ്, പഴയതല്ല കുറച്ച് ഞാൻ പിടിച്ചിട്ട്. അങ്ങനെ വേണോട്ടാ, പഴയത് ചിലപ്പോ പറയാൻ പറ്റൂല. അശോകേട്ടൻ ഒരു കാര്യമുണ്ട്, പഴയത് പറയാൻ പറ്റൂല എന്ന് അശോകേട്ടൻ ഗ്യാരണ്ടിയോടുകൂടി പറഞ്ഞാലും ഇപ്പം സാർ ചിന്തിക്കുന്ന പോലെ തന്നെ 80s-90s ആൾക്കാരായി ഞങ്ങൾക്കും ഇപ്പോഴും ആഗ്രഹമുണ്ട് അശോകേട്ടനും ഈ പറഞ്ഞ ദിലീപേട്ടന്റെ ആ ഒരു മീറ്റർ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ല, അത് എന്നോടും പറഞ്ഞിട്ടുണ്ട് പലരും. അപ്പൊ അതേപോലെ ഒരു ഫിലിം സാറിന് ചേച്ചി ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം ഈ പുതിയ ജനറേഷൻ വന്നെന്ന് പറഞ്ഞാലും ഇവര് ട്രോൾ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന സലിമേട്ടനെ അശോകനെയൊക്കെയാണ്. അപ്പൊ അവരത് ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ, അപ്പൊ അത് കൊടുക്കണം നമ്മള്. ഞാൻ ആ സൈക്കോളജിയാണ് ഉപയോഗിച്ചത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ ഈ ക്യാരക്ടർ അശോകന് വേണ്ടി ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ എല്ലാ കുടുംബത്തിലും ഉണ്ട് ഒരു ബാബുളിയൻ. എന്റെ അളിയന്റെ പേരും ബാബുളിയൻ, അതുകൊണ്ട് ആ പേര് തന്നെ ഇട്ടത്. പക്ഷെ എന്റെ വീട്ടിലിരിക്കണ ബാബുന്നാ, എന്റെ ചെല്ലപ്പേര് ബാബുന്നാ. അപ്പൊ എന്റെ മോളുടെ കുട്ടി ഇത്ര ചെല്ല 2 എന്റെ മോന്റെ കുട്ടി 2 പേര് ബാബു എന്നുള്ളു. വെറുതെ ബാബു എന്ന് വിളിക്കുള്ളൂ. അപ്പൊ എല്ലാ കുടുംബത്തിലും ഒരു ബാബുളിയൻ. ഈ പടം കഴിയുമ്പോ ബാബു എന്നാക്കും എല്ലാവരും. എനിക്ക് ഉറപ്പുണ്ട് ചേച്ചി ബാബുളിയൻ ട്രെൻഡ് ആകുന്നു. കാരണം എല്ലാ കുടുംബത്തിലും ഒരു ബാബുളിയൻ ഉണ്ട്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇയാള് വന്ന് എല്ലായിടത്തും കുഴപ്പമുണ്ടാക്കും. ഇയാള് വെറുതെ നിന്നിട്ട് ചടങ്ങുകൾക്കൊക്കെ കുഴപ്പമുണ്ടാക്കിയിട്ട് കൂളായിട്ട് അങ്ങ് പോകും. അവിടെ ഇതായിരിക്കും ആ രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഷാപ്പിൽ കറി വെക്കുന്ന ആളാണ്, ഷാപ്പിലെ കറി വെക്കുന്ന ആളാണ്. അപ്പൊ ആ പുള്ളി തന്നെ എല്ലാം ടച്ച് ചെയ്ത് നോക്കുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു ആള് തന്നെയാണ്. രസകരമായിട്ട് ആ ക്യാരക്ടർ അശോകൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ആ കഥാപാത്രത്തിൽ ഈ മീറ്ററിൽ ആളുകൾ ഉൾക്കൊള്ളൂ എന്നുള്ള കാര്യത്തിൽ. അലമ്പുണ്ടാക്കുന്നതിൽ ഇയാളുടെ ഒരു ഇഷ്ടമാണ് ഇയാൾക്ക്, ഇയാളുടെ ഹോബിയാണ്. വിഷമിപ്പിച്ച് കാണുമ്പോൾ. അതെ.